ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്ര സമയം എടുക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലേ? ഇപ്പൊ അവിടെ പോകുന്നതിന് എത്ര സമയം എടുക്കും, ഈ കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുക്കും, ഈ ജോലി ചെയ്യുന്നതിന് എത്ര സമയം എടുക്കും, അങ്ങനെ പല കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ചോദ്യരൂപത്തിൽ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്താണ്? എത്ര സമയം എടുക്കും എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇപ്പൊ ഹൗ ലോങ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലെ? അപ്പൊ അത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അരി വേകുന്നതിന് എത്ര സമയം എടുക്കും? അരി വേകാൻ എത്ര സമയം എടുക്കും? നമ്മൾ സാധാരണ സിമ്പിൾ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കുക്ക് ദ റൈസ്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കുക്ക് ദ റൈസ്? അരി വേകുന്നതിന് എത്ര സമയം എടുക്കും? അപ്പൊ അരി വേകാനായിട്ട് സമയം എടുക്കുന്നത് നമുക്കറിയാം, അല്ലെ? ഒരുപാട് സമയം എടുക്കും എന്നറിയാം. അപ്പൊ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കുക്ക് ദ റൈസ് എന്നാണ് അരി വേകുന്നതിന് എത്ര സമയം എടുക്കും എന്നുള്ളത്. അപ്പൊ ഹൗ ലോങ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കാറാണ്. ഹൗ ലോങ്, എത്ര സമയം, എത്രമാത്രം സമയം എന്നുള്ളതിന്, അല്ലെ? അപ്പൊ ഹൗ ലോങ് നമ്മൾ ഉപയോഗിക്കാറുള്ള സമയ ദൈർഘ്യം അറിയുന്നതിന് വേണ്ടിയാണ്, എത്രമാത്രം സമയം നമ്മൾ എടുത്തു എന്നറിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു എന്ത് ചെയ്യാനാണ്, ആ ടുവിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ചേർക്കുന്നത്. അപ്പൊ അത് പല രീതിയിൽ നമുക്ക് ചേർക്കാം, അല്ലെ? അപ്പൊ പല കാര്യങ്ങൾക്കും നമുക്ക് ചേർക്കാം. പക്ഷെ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് പറയുന്നത് അത് മാറാതെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ പിന്നീട് വരുന്ന കാര്യങ്ങൾ ചേർക്കേണ്ടത്. ഓക്കെ, ചിലതിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു വരെയും ചേർക്കാം, ചിലതിൽ ടുവും ചേർക്കേണ്ടി വരില്ല. അത് ഏത് രീതിയിലൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹോംവർക്ക് തീർക്കാനായിട്ട് എത്ര സമയം വേണം? ഹോംവർക്ക് തീർക്കുന്നതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിനിഷ് ദ ഹോംവർക്ക്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിനിഷ് ദ ഹോംവർക്ക്? ബസ് സ്റ്റോപ്പിൽ എത്താൻ എത്ര സമയം എടുക്കും? ബസ് സ്റ്റോപ്പിൽ എത്താൻ എത്ര സമയം എടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ബസ് സ്റ്റോപ്പ്? How long will it take to reach the bus stop? ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ടുവിന് ശേഷം ഏത് ക്രിയയാണോ നമ്മൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ചേർക്കേണ്ടത്. അപ്പൊ ടു റീച്ച്, എത്തിച്ചേരുക, ടു ഫിനിഷ്, തീർക്കുക, കംപ്ലീറ്റ് ചെയ്യുക, ഓക്കെ, ടു കുക്ക്, പാചകം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ക്രിയകളാണ് നമ്മൾ ആ ടുവിന് ശേഷം ചേർക്കേണ്ടത്. മഴ തീരാൻ എത്ര സമയമെടുക്കും? മഴ തീരാൻ എത്ര സമയമെടുക്കും? അപ്പൊ ഈ സെന്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ഇതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, നിങ്ങളത് കണ്ടുപിടിക്കണം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ റെയിൻ ടു സ്റ്റോപ്പ്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ റെയിൻ ടു സ്റ്റോപ്പ്? ഓക്കെ, അപ്പൊ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ആണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്? ഓക്കെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കുക്ക് ദ റൈസ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ചെയ്യുന്നത് നമ്മളാണ്, അല്ലെ? ആ പ്രവൃത്തികളൊക്കെ നമ്മുടെ കൺട്രോളിലുള്ളതാണ്. പക്ഷെ ഈ മഴ തീരുക എന്ന് പറയുന്നത് മഴ നമുക്ക് തീർക്കാനായിട്ട് പറ്റൂലല്ലേ? അതൊരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അതിന്റെ ടൈമിൽ തീരും, അപ്പോഴാണ് നമുക്ക് തീർന്നു എന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഫോർ എന്നുള്ള ഒരു പ്രയോഗം ചേർത്തത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ റെയിൻ ടു സ്റ്റോപ്പ്? മഴ തീരാൻ എത്ര സമയം എടുക്കും? അടുത്തൊരു ചോദ്യമാണ്, ബസ് വരാൻ എത്ര സമയം എടുക്കും? ബസ് വരാൻ എത്ര സമയം എടുക്കും? ബസ് വരാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ബസ് ടു കം? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ബസ് ടു കം? ഇവിടെ എന്തുകൊണ്ടാണ് ഫോർ ഉപയോഗിച്ചത്? കാരണം ബസ് വരുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, അല്ലെ? ബസ് അവിടെ നിന്ന് സമയത്തിന് എത്തി ഇവിടെ എത്തിച്ചേരുന്ന ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ എത്തി എന്നുള്ളത്, അല്ലെ? അതിനു മുമ്പ് വരെ നമുക്ക് ബസ്സിന്റെ ആ ഒരു വരുന്ന സ്പീഡിന് നമുക്ക് ഒരു കൺട്രോളും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇന്റർവ്യൂവിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ടേൺ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ടേൺ വരാൻ എത്ര സമയം എടുക്കും? അത് നമുക്കറിയില്ല, അല്ലെ? നമ്മുടെ കൺട്രോളിലല്ല ആ കാര്യം. അപ്പൊ നമ്മുടെ ടേൺ വരാൻ എത്ര സമയം എടുക്കും? എന്റെ ടേൺ വരാൻ എത്ര സമയം എടുക്കും എന്ന് എങ്ങനെ ഞാൻ ചോദിക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ മൈ ടേൺ ടു കം?
How long will it take for my turn to come? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് നമ്മുടെ എത്ര സമയം എടുക്കും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, 2 കഴിഞ്ഞോ അല്ലെങ്കിൽ 4 കഴിഞ്ഞോ, നിങ്ങൾ സ്വന്തമായിട്ട് കുറെ വേർബ്സ് ഒക്കെ ചേർത്തിട്ട് സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാനായിട്ട് നോക്കുക. സംസാരത്തിൽ അതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. നമ്മൾ സമയത്തിനെ കുറിച്ചാണ് കണ്ടത്. ഇനി നമുക്ക് ഡിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം. ദൂരം അല്ലെ? അപ്പൊ ദൂരം എത്രമാത്രം ദൂരെയാണ്, എന്തെങ്കിലും കാര്യം എത്രമാത്രം ദൂരെയാണെന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കറിയാം ഹൗ ഫാർ അല്ലെ? അപ്പൊ ഈ രീതിയിൽ എത്രമാത്രം ദൂരെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. സ്കൂൾ എത്രമാത്രം ദൂരെയാണ് എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഈസ് ദ സ്കൂൾ. അങ്ങനെയാണെങ്കിൽ വീട് എത്രമാത്രം ദൂരെയാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഈസ് ദ ഹൗസ്. പാർക്ക് എത്രമാത്രം ദൂരെയാണെന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഈസ് ദ പാർക്ക്. ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്കോ ഒക്കെ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് കാണുമ്പോഴേക്കുമാണ് നമ്മൾ ഹൗ ഫാർ ഈസ് ദ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിന്റെയോ സ്ഥാപനത്തിന്റെയൊക്കെ പേര് പറയാം. ഇനി അല്ലാതെ നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം. നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്തു എങ്ങനെ പറയും? ഹൗ ഫാർ ഡിഡ് യു ട്രാവൽ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചേർത്തതെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുക, യാത്ര ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഡ് ട്രാവൽ എന്ന് പറയുന്ന ആ 2 പദങ്ങൾ അല്ലെ? ഹൗ ഫാർ ഡിഡ് യു ട്രാവൽ എന്ന് പറഞ്ഞു. അപ്പൊ അതായത് കഴിഞ്ഞ കാലത്തിലെ ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഡിഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളവിടെ ചേർത്തത്, കഴിഞ്ഞ കാലത്തിൽ വന്നതായതുകൊണ്ട്. അപ്പൊ നീ എത്ര ദൂരം അല്ലെങ്കിൽ എത്രമാത്രം നീന്തി എന്നങ്ങനെ ചോദിക്കും? എത്ര ദൂരമാണ് നീന്തിയത്? ഇപ്പൊ നമ്മൾ പുഴയിലൊക്കെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ എത്രമാത്രം ഡിസ്റ്റൻസ് നീ നീന്തി കയറി എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ, അവിടെ ഡിഡ് ചേർക്കണം. ഹൗ ഫാർ ഡിഡ് യു സ്വിം. കണ്ട, ട്രാവൽ അവിടെ മാറിയിട്ട് നമ്മളവിടെ സ്വിം എന്ന് ചേർത്ത്. അപ്പൊ എങ്ങനെ പറയും? ഹൗ ഫാർ ഡിഡ് യു സ്വിം. ഓക്കെ, ഹൗ ഫാർ ഡിഡ് യു സ്വിം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ എത്ര ദൂരം നടന്നു അതെങ്ങനെ ചോദിക്കും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഹൗ ഫാർ ഡിഡ് യു വാക്ക്. അതുപോലെ നിങ്ങൾ എത്ര ദൂരം ഓടിയെന്ന് പറഞ്ഞു നോക്കി. ഹൗ ഫാർ ഡിഡ് യു റൺ. കണ്ട, ഇതുപോലെ നമുക്ക് ആ വെർബ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഡിഡ് ക്വസ്റ്റ്യന്റെ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വെർബായിട്ട് ഏത് പദമാണോ? നടന്നുവോ, നീന്തിയോ, ഓടിയോ, ചാടിയോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചേർക്കാം. ഓക്കെ, ഈ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം നമ്മൾ പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക പ്ലേസിലേക്ക് അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെ? കോട്ടയത്തേക്ക് എത്ര ദൂരമുണ്ട്? അതെങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു കോട്ടയം. അതായത് ഹൗ ഫാർ ഈസ് ഇറ്റ്, അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് എന്ന് കാണിക്കുന്നതിന് അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്? ടു. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു കോട്ടയം, ആ പ്ലേസ് ഉപയോഗിച്ചു. എങ്ങനെ ചോദിക്കുന്നത്? എറണാകുളത്തേക്ക് എത്ര ദൂരമുണ്ടെന്ന് എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു എറണാകുളം. തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ട്രിവാൻഡ്രം. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി നമ്മുടെ കഴിവ്, ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് ഇത്ര ദൂരത്തേക്ക് നമുക്ക് ഇത്രയും കഴിയുമോ, ഇത്രയും ദൂരത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കൂലേ? കഴിയുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേക്കും നിനക്ക് എത്ര ദൂരം ഓടാൻ കഴിയും, നിനക്ക് എത്രമാത്രം ദൂരം ഓടാൻ കഴിയും, ഇതെങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ക്യാൻ യു റൺ. ഇനി നിനക്ക് അതുപോലെ തന്നെ എത്രമാത്രം ദൂരം ഓടാൻ കഴിയുന്നല്ലേ കണ്ടത്? അപ്പൊ നമുക്ക് ഓടാൻ കഴിയുക എന്നുള്ളതിന് നമ്മൾ ക്യാൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചത് കേട്ടോ. അപ്പൊ കഴിയുക എന്ന് പറയുന്ന വാക്കാണ് ക്യാൻ. ഹൗ ഫാർ ക്യാൻ യു റൺ.
ഇനി നിനക്ക് എത്രമാത്രം ദൂരം നടക്കാൻ പറ്റുമെന്ന് എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ക്യാൻ യു വാക്ക്? ഹൗ ഫാർ ക്യാൻ യു വാക്ക്? ഓക്കെ, കിട്ടിയല്ലോ. ഇനി എത്രമാത്രം ദൂരം നീന്താൻ കഴിയുമെന്ന് എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ക്യാൻ യു സ്വിം? ഹൗ ഫാർ ക്യാൻ യു സ്വിം? പുതിയ കടയിലേക്ക് എത്ര ദൂരമുണ്ട്? പുതിയ കടയിലേക്ക് എത്ര ദൂരമുണ്ട്? അപ്പൊ പുതിയ കട എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, പുതിയതെന്ന് പറയുമ്പോൾ ന്യൂ, കടയെന്ന് പറയുമ്പോൾ ഷോപ്പ് അല്ലെ? അപ്പൊ ഇത് നിങ്ങൾ ആ പ്രയോഗിച്ച രീതി ഉപയോഗിച്ചിട്ട് പുതിയ കടയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കി. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ ന്യൂ ഷോപ്പ്? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ ന്യൂ ഷോപ്പ്? അപ്പൊ പഴയ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് എങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദി ഓൾഡ് ഹൗസ്? ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദി ഓൾഡ് ഹൗസ്? കണ്ടോ? അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് എത്രമാത്രം ദൂരമുണ്ട്. ആദ്യം നമ്മൾ കണ്ടത് എത്രമാത്രം സമയം, ഇപ്പൊ എത്രമാത്രം ദൂരമാണ് കണ്ടത്. അപ്പൊ ഇതും അതുപോലെ തന്നെ നിങ്ങൾ ഈ ദൂരത്തിന്റെ കണക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും ഈ രീതിയിൽ കുറെ വേർബ്സ് കണ്ടുപിടിച്ചിട്ട് അതുപയോഗിച്ചിട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.